ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ കറണ്ട് എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, ഇതാണ് നിങ്ങളുടെ ചാം എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇനി കണ്ടുമുട്ടിയുണ്ടോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇനി നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ, ഇനി നിങ്ങളുടെ കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണോ അതിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുക. പിന്നെ അതിനായിട്ട് നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം, ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻസ് നമ്മൾ നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഇനി കണ്ടുമുട്ടുമ്പോൾ, ആ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് മുന്നായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ജീവിത പങ്കാളിനെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ഇനിയുള്ള കൂടിക്കാഴ്ച നടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺ, ഓക്കെ, എന്തെങ്കിലും വൂൺസ്, ട്രോമാസ് ഒക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും ഹീലായതിനു ശേഷം, അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. ഓക്കെ, ആ ഒരു കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. അവിടെ നിങ്ങൾക്കൊരു അലൈൻമെന്റ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുന്ന ആ ഒരു മൊമെന്റ്, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കണ്ടുമുട്ടുക. ഓക്കെ, അതിനു മുൻപ് നിങ്ങൾ എത്ര വാശി പിടിച്ചാലും എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ ഹീലാകാതെ, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് അലൈൻഡ് ആകാതെ ഈ ഒരു കൂടിക്കാഴ്ച സംഭവിക്കില്ല എന്ന് കാണുന്നു. നിങ്ങളുടെ ഇടയിൽ ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, നമുക്കൊരു ജസ്റ്റിസ് കാർഡും കിട്ടിയിട്ടുണ്ട്, ടെമ്പറൻസ് കാർഡും, രണ്ടും കാണിക്കുന്നത് ആ ഒരു ഡിവൈൻ അലൈൻമെന്റ് ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ എല്ലാ തരത്തിലും നിങ്ങളുടെ ആ ഒരു എനർജി തമ്മിലുള്ള എനർജി ബാലൻസ് ആകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ ഒരു മൊമെന്റിലാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ്, നെഗറ്റീവ് ട്രയറ്റ്സ്, അല്ലെങ്കിൽ ടോക്സിക് ട്രയറ്റ്, അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ, മൈൻഡ് സെറ്റ്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതിൽ നിന്നെല്ലാം നിങ്ങൾ ഹീലാകുന്നു. അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നതിന് ശേഷമാണ് ഈ ഒരു അലൈൻമെന്റ് സംഭവിക്കുന്നതും ആ ഒരു അലൈൻമെന്റ് സംഭവിക്കുന്നതോട് കൂടെ തന്നെ നിങ്ങൾ ആ വ്യക്തിയായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. ഓക്കെ,
ഓക്കെ. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു എക്സ്പാൻഷൻ, ഒരു വളർച്ച ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സെൽഫ് ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി അങ്ങനെ ഒന്നും കാണുന്നില്ല. നിങ്ങൾ വളരെ ഒരു എന്താ പറയുക ഗ്ലോ അപ്പിൽ നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ സംബന്ധിച്ചുണ്ടോ അതൊക്കെ മാറി നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നേടി നിങ്ങളൊരു വളരെയധികം നിങ്ങൾക്ക് തന്നെ ഒരു പവർഫുൾ ആണ് എന്ന് തോന്നുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിലാണ് ഒരുപാട് ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണോ അതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. നമുക്ക് ഏസ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. നിങ്ങൾ എന്താ പറയാ ചിലപ്പോൾ നിങ്ങളുടേതായ ചില ക്രിയേഷൻസ് ചെയ്യുന്ന ഒരു സമയം. ഇപ്പൊ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം എൻഗേജ്ഡ് ആയി അത് ഒരു ചിലപ്പോൾ ഒരു ബിസിനസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സർവീസ് പോലെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ അതിൽ വളരെയധികം എന്താ പറയുക സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു സമയം. മൊത്തത്തിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ വളരെ ഒരു സക്സസ്ഫുൾ എനർജിയിൽ നിൽക്കുക, ഒരു ഫയറി എനർജിയിൽ നിൽക്കുക എന്നൊക്കെ പറയില്ലേ. കാരണം നമുക്ക് കിട്ടിക്കുന്ന ഈ 3 കാർഡ്സും ഫയർ കാർഡ്സ് ആണ്. ഓക്കെ. ഫയർ സൈൻ എലമെന്റ് ഉള്ളതാണ്. അതായത് ഏരീസ്, ലിയോ, സാജിറ്റോറിയസ്. ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും സീസൺ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഏരീസ് സീസൺ, ലിയോ സീസൺ അല്ലെങ്കിൽ സാജിറ്റോറിയസ് സീസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ കോൺഫിഡന്റ് ആണ്. നിങ്ങൾ ജീവിതത്തിൽ എവിടെ ആയിരിക്കുന്നു അത് നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിച്ച ഒരു പൊസിഷനാണ്. അവിടെ നിങ്ങൾ ആയിരിക്കുന്നു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരില്ലേ. അതായത് നമ്മളത് നേടിയെടുത്തു, നമുക്ക് നമ്മളിൽ തന്നെ ഒരു അഭിമാനം, അഹങ്കാരമല്ല ഉദ്ദേശിക്കണേ, ഒരു അഭിമാനം ഉണ്ടാവും. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഒട്ടും സ്ട്രെസ്ഡ് ആയിരിക്കില്ല, റിലാക്സ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ വളരെയധികം ഒരു സമാധാനം. പക്ഷെ അതേസമയം ജീവിതം ഓരോ മൊമെന്റ് നമ്മൾ എന്താ പറയാ ആസ്വദിക്കുകയായിരിക്കും ചെയ്യുക, അല്ലെ. കാരണം നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിച്ച സ്ഥലത്താണ് നമ്മുടെ ജീവിതം ഇപ്പോൾ. നമ്മളത് മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങനെ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ. ആ സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ. നിങ്ങൾ വളരെയധികം ഒരു നിങ്ങളിൽ നിന്നൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കിട്ടുക ആ ഒരു കൂടിക്കാഴ്ചയിലൂടെ. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അതൊക്കെ അവരെ ഒരുപാട് ആകർഷിക്കുന്നതാണെന്ന് കാണുന്നു. അത്രയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഗതി അത് നിങ്ങളാണ്. അത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് നിങ്ങളാണ്. ഓക്കെ. ആ ഒരു എനർജി അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടും. ഈ ഒരു ജീവിതം നിങ്ങളിപ്പോൾ എവിടെ ആയിരിക്കുന്നോ അത് നിങ്ങളുടെ സ്വപ്രയത്നത്തിന്റെ ഫലമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്കും അറിയാം. അത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ അഭിമാനിക്കുന്നുമുണ്ട്. ആ ഒരു മൊമെന്റിലാണ് ഈ ഒരു കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. ഓക്കെ. ഓക്കെ. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചില ഓർമ്മകൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ചില സുഖകരമല്ലാത്ത അനുഭവങ്ങൾ, അതിന്റെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിട്ടുപോരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു എന്ത് പാസ്റ്റിൽ നടന്ന എന്ത് കാര്യമാണോ നിങ്ങളെ ഹോണ്ട് ചെയ്യാന്ന് പറയില്ലേ, അതായത് എത്ര നിങ്ങൾ ശ്രമിച്ചാലും മറക്കാൻ പറ്റാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുക, ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകും, കംപ്ലീറ്റ്ലി പോകും. മാത്രമല്ല പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടന്ന നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ആ ഒരു ബൗണ്ടറി അത് നിങ്ങളുടെ ഉള്ളിലും സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മെമ്മറീസിൽ പോലും ആ നെഗറ്റീവായിട്ടുള്ള ലോ വൈബ്രേഷണൽ ആയിട്ടുള്ള ഓർമ്മകളെ ഒന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനൊക്കെ ഒരു ബൗണ്ടറി ഇട്ടിട്ട് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ.
അത് മാത്രമാണ്, അതിൽ മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ്. നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾ എന്താ പറയുക, ആഘോഷിച്ച നിമിഷങ്ങൾ, ആസ്വദിച്ച നിമിഷങ്ങൾ, സന്തോഷിച്ച നിമിഷങ്ങൾ, ഇത് മാത്രമേ നിങ്ങൾ ചെറിഷ് ചെയ്യുന്നുള്ളൂ. അത് മാത്രമാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് അത്രയും ആ ഒരു എന്താ പറയുക, സബ് കോൺഷ്യസിൽ ആ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇപ്പോ നിങ്ങളുടെ ഉള്ളില് കഴിഞ്ഞു പോയ കാലത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയ, സങ്കടം ഉണ്ടാക്കിയ, വേദനിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ ഉള്ളില് കഴിഞ്ഞുപോയ കാലത്തില് നിങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രം, നല്ല നല്ല നിമിഷങ്ങളെ കുറിച്ച് മാത്രം ഓർമ്മയുള്ള ഒരു സമയം ആകുന്നുണ്ട്. അത് വരുമ്പോഴാണ്, അതിനുശേഷമാണ് ഈ ഒരു കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജിയുടെ മിക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. കിങ് ഓഫ് സോർട്സ്, കിങ് ഓഫ് കപ്സ് എനർജി. ഓക്കെ, അതായത് ഹെൽത്തി ബൗണ്ടറി എല്ലാവരായിട്ടുണ്ടാവും. പറയാനുള്ള കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട്, വളരെ ഡയറക്റ്റ് ആയിട്ട്, എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ പറയും. ഓക്കെ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ നിങ്ങൾക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയും. എന്നാൽ അതേ സമയം വളരെ കൈൻഡ് ആയിരിക്കും, സപ്പോർട്ടീവ് ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സൈഡ്, ആ ഒരു സോഫ്റ്റ് സൈഡും നിങ്ങൾ എക്സിബിറ്റ് ചെയ്യും. പക്ഷെ അത് ആരോടൊക്കെ എക്സിബിറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ആ സോഫ്റ്റ് സൈഡ് കാണിക്കില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട്, എന്നാൽ അതേസമയം ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഷനും, രണ്ടിന്റെയും ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾ. മാത്രമല്ല നിങ്ങൾക്കൊരു സം സോർട്ട് ഓഫ് പോപ്പുലാരിറ്റി, അതെനിക്ക് ആ എനർജി ഇവിടെ ഈ സ്ട്രെങ്ത് കാർഡ് കണ്ടപ്പോഴും എനിക്ക് കിട്ടിയിരുന്നു. ഒരു പോപ്പുലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, നിങ്ങളിൽ ഒരു ലൈം ലൈറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ആ ഒരു മൊമെന്റ്, അപ്പൊ ഈ ഒരു കൂടിക്കാഴ്ച സംഭവിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഓൾറെഡി ലൈം ലൈറ്റിലാണ്. മനസ്സിലായോ? ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നു. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ആശങ്കകളൊന്നും ഇല്ലാത്തൊരു സമയമായിരിക്കും. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട്, വളരെ പ്രതീക്ഷയോടെ മാത്രം ഭാവിയെ നോക്കി കാണുന്ന ഒരു സമയമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതിനുശേഷമാണ് ആ ഒരു സമയം, ഇതിന് ശേഷമാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ ഒരു എനർജിയിലുള്ള ചേഞ്ച് പറയുന്നത്. നമുക്ക് ഇവിടെ ക്ലൂസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഈ ഷിഫ്റ്റിലേക്ക് ആകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഈ ഷിഫ്റ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു കാര്യത്തെ പറ്റി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾ ആദ്യ കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഉണ്ടാകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതിലേക്ക് എത്തുന്നതിനായിട്ട്, ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഗൈഡൻസസ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഹീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളത് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ആരോട് എന്തൊക്കെ ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആരോടൊക്കെ ഷെയർ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ വേണം. നിങ്ങൾ എന്താ പറയുക, അത്രയും പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല കാലം വരുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന്, നിങ്ങളുടെ ഹീലിങ്ങിനാണ് നിങ്ങളിപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, അതാദ്യമേ പറയുന്നു. രണ്ടാമത് പറയുന്ന കാര്യം,
നിങ്ങൾക്ക് ഒരുപാട് ശരിയാണ് സങ്കടമുള്ള വേദന ഉണ്ടാക്കിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ. പക്ഷേ അതൊരിക്കൽ സംഭവിച്ചു എന്ന് വിചാരിച്ചു ഇനിയും അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് എന്തിനാണ് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്നത്? ഇനിയും അങ്ങനെയാണ് സംഭവിക്കുക, ഇനി അങ്ങനെ ഉണ്ടാവുള്ളൂ, ചുറ്റുള്ളവരുടെ ജീവിതമൊക്കെ കണ്ടില്ലേ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണേ. അതെന്താ വെച്ചാൽ നിങ്ങളുടെ ഫോക്കസ് മൊത്തം കഴിഞ്ഞു പോയ ആ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലാണ്. നിങ്ങളത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ഓക്കെ, അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾ ആകുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഫോക്കസ് ആ ഒരു നടന്ന വേദനിപ്പിച്ച കാര്യങ്ങളിലായതുകൊണ്ട് നിങ്ങൾ എവിടെ നോക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റും നോക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ അതേ തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ കുറിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുക. നിങ്ങൾ കാണുന്നത് മൊത്തം അത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടുന്ന ആളുകളെ ആയിരിക്കും. കാരണം എന്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ 3D റിയാലിറ്റിയിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരിക. ഏത് എനർജിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ 3D റിയാലിറ്റിയിലേക്ക് വരിക. അതാണ് പറയണേ, നമ്മുടെ ലൈഫ്, നമ്മുടെ റിയാലിറ്റി നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, അപ്പൊ പറയുന്നത് ശരിയാണ്, നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൂടെ കടന്നു പോകുന്നതാണ്, പക്ഷെ അത് അവസാനിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അതിനൊരു അവസാനം വേണ്ട. ഇത് എന്നും എന്തിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ പോണത്? അപ്പോൾ അത് കഴിഞ്ഞു പോയി. അതിൽ നിന്ന് ഞാൻ ഇന്ന പാഠങ്ങളാണ് പഠിച്ചത്, ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ഒരു സംഭവം റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്നെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി എന്നതിന്റെ അർത്ഥം എനിക്ക് ഇനി അങ്ങോട്ട് എപ്പോഴും റിലേഷൻഷിപ്പുകളിൽ ഇങ്ങനെ വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്നല്ല. അതൊരു എന്താ പറയണ്ടേ, അതൊരു ഓക്കെ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോൾ വന്ന് പെട്ടെന്ന് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. നിങ്ങളോട് പറയുന്നത് ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, റിലേഷൻഷിപ്പുകളെ കുറിച്ച്, അതായത് പ്രത്യേകിച്ച് ഇനി ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും ഒരുമിച്ചുള്ള കുടുംബ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, സമാധാനം നിറഞ്ഞ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് എനിക്ക്, എൻ്റെ ഫാമിലി ലൈഫ് അങ്ങനെയായിരിക്കും. എനിക്ക് എന്താ പറയാ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുകയും എന്നെ കൺസിഡർ ചെയ്യുകയും എന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പങ്കാളിയെയാണ് എനിക്ക് ലഭിക്കുക. നിങ്ങൾക്ക് അതിന് വേറെ പ്രൂഫിന്റെ ആവശ്യമില്ല. ഓക്കെ, ചിലവരോട് നമ്മളങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കൂ, പോസിറ്റീവായി ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ അവർ ഉടനെ പറയുന്നത്, പക്ഷെ ചുറ്റും കാണുന്നത് അങ്ങനെയല്ലേ, ചുറ്റും കാണുന്നത് തന്നെ, ചുറ്റും കാണുന്ന മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സബ് കോൺഷ്യസ്ലി നിങ്ങൾ ചൂസ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് മറ്റുള്ളവരുടെ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ എന്താ പറയാ ചൂസ് ചെയ്ത് അതിനെയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കണേ. കാരണം നിങ്ങളുടെ ഫോക്കസ് മൊത്തം ഈ ഒരു നെഗറ്റീവ് കാര്യത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചുറ്റുമുള്ളതിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെ അല്ല, ഞായറാഴ്ച ഞാൻ ലൈവ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ, മാനിഫെസ്റ്റേഷനിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലോജിക്കലായിട്ട് ചിന്തിക്കുന്നതിൽ ഒരു കുറവ് വരുത്തണം. ഓക്കെ, നമ്മൾ മാജിക്, മിറാക്കിൾ ഇതൊക്കെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അവിടെ കണക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്? യൂണിവേഴ്സുമായിട്ടാണ്, പ്രപഞ്ചശക്തിയുമായിട്ടാണ്. ഈ പ്രപഞ്ചശക്തിക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവിടെ നമ്മൾ ഈ പ്രാക്ടിക്കാലിറ്റിയും ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചെല്ലേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചശക്തിക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പ്രപഞ്ചശക്തി വിചാരിച്ചാൽ എന്തും നടക്കും, എന്ത് കാര്യവും നടക്കും. ഓക്കെ, നമ്മളിപ്പോ അത്രയും പ്രപഞ്ചശക്തിയുമായിട്ട് കണക്ട് ചെയ്ത്, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ നടക്കും. ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഈ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഇനി അങ്ങോട്ടും എപ്പോഴും അനുഭവമേ ഉണ്ടാകുള്ളൂ, ആ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ റിലീസ് ചെയ്തേ പറ്റുള്ളൂ. അത് ഹീലാകുന്നതിന് വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം, വിഷ്വലൈസേഷൻ യൂസ് ചെയ്യാം, കോഡ് കട്ടിങ് റിച്വൽ ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന പോലെ അത് ചെയ്തിരിക്കണം. ഹീലിംഗ് വേണം അവിടെ. അത് നടക്കാതെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെന്റാലിറ്റിയുമായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടിയെന്ന് തന്നെ വിചാരിക്കൂ, നിങ്ങളുടെ ലൈഫ് സുഖാവില്ല. അവിടെയും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന എന്താ, എന്തോ പ്രശ്നം ഉണ്ടാവും, ഞാൻ മുന്നേ അനുഭവിച്ച പോലത്തെ വേദനകൾ എനിക്ക് ഇനിയും ഉണ്ടാവും. എന്നിട്ട് അതിനെങ്ങനെ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കണത്. ഓക്കെ, അങ്ങനെ നിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ വരികയാണ്. കാരണം നിങ്ങൾ അതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളോട് പറയുന്നു, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഒരു ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്,
നിങ്ങളും ആ ജീവിത പങ്കാളിയും തമ്മിലുള്ള കുടുംബ ജീവിതം അതെങ്ങനെയായിരിക്കണം, ആ വ്യക്തി നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് എഴുതുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ സിനിമയിലല്ലേ കാണുള്ളൂ, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാനിഫെസ്റ്റ് ചെയ്യുക. അതെങ്ങനെയാ നടക്കുക? ഇതൊക്കെ സാധാരണ ലൈഫിൽ അങ്ങനെ കാണില്ല. എപ്പോഴും സന്തോഷകരമായ ജീവിതമായിരിക്കില്ലല്ലോ, അങ്ങനെയാണല്ലോ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോജിക്കൽ ആയിട്ടുള്ള തോട്ട്സ്, ഓക്കെ, ടൂ മച്ച് റിയാലിറ്റിയിലേക്ക് വിട്ട് ഇങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടാവുക, അപ്പൊ എനിക്കും അങ്ങനെയാണ്, വേണ്ട. മനസ്സിലായല്ലോ? നമ്മൾ നല്ല കാര്യം സംഭവിക്കുമ്പോൾ ഇതുപോലെ പറയോ? ആർക്കെങ്കിലും ഇങ്ങനെ എന്താ പറയാ നല്ല രീതിയിൽ അവർ ജീവിതം പോകുമ്പോൾ അവർക്ക് ഇങ്ങനെയല്ലേ സംഭവിക്കണം, അപ്പൊ എനിക്കും അങ്ങനെ സംഭവിക്കുന്നു പറയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, അവരുടെ ഒക്കെ ഒരു ഭാഗ്യം അല്ലേ, നമുക്കൊന്നും എന്ന് പറഞ്ഞിട്ടാ പിന്നെ പറയാം. ഒരു വല്ലാണ്ട് നെഗറ്റീവായിട്ട് പറയും. ഞാനിപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ പറയല് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാത്തത്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഞാൻ പറയില്ലെങ്കിൽ പോലും അതാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതന്നെ എന്നുള്ള പോലെ സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോ തൊട്ട് ഞാൻ അത് ചെയ്യാറില്ല. മാത്രമല്ല ഇപ്പൊ ആരെങ്കിലും എന്നോട് വന്നിട്ട് വളരെ ടെസ്റ്റ് പഠിക്കുന്ന പോലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും എന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കും. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു വളരെ ലോ വൈബ്രേഷണൽ ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് അത് താല്പര്യമില്ല. എല്ലാവർക്കും ഇങ്ങനെ ഒരു വിക്റ്റിം ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ പറയാൻ വലിയ സുഷ്കാന്തിയില്ല, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനേ സുഷ്കാന്തിയുള്ളൂ. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതിയാണത്. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നതാണ്. നമ്മളിലൂടെയാണ് ഇനിയുള്ള ആളുകളും ചിന്താഗതിയിലൊക്കെ മാറ്റം എന്താ പറയാ അവരിലും ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഇനി വരുന്ന തലമുറയിലേക്ക്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പേപ്പറിൽ എഴുതുക. അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാനിഫെസ്റ്റ് ചെയ്യുക. എങ്ങനെ സംഭവിക്കുക, അങ്ങനെ ഒരാളുണ്ടോ, എന്താ ഇത് നടക്കുവോ, ഇതിനൊന്നും അവിടെ സ്ഥാനമില്ല. ഈ സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ആ സംശയങ്ങൾ വരുമ്പോൾ ആലോചിക്കേണ്ടത് യൂണിവേഴ്സിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾ സ്വയം പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അടുക്കും ചിട്ടയും വേണം. ഓക്കെ, അതായത് കൃത്യസമയത്ത് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക, വ്യായാമങ്ങൾ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റുട്ടീൻ വേണം, പ്രൊഡക്റ്റീവായിട്ടിരിക്കാം മാക്സിമം. വെറുതെ ഇരുന്ന് സമയം കളയരുത്. ഓക്കെ, വെറുതെ ഇരിക്കുമ്പോഴാണ് വേണ്ടാത്ത ചിന്തകൾ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും നമുക്ക് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ കൂടുതൽ ഡെസ്പായി പോകുന്നതും. ഓക്കെ, നിങ്ങൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് പറയണേ, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും കലകളൊക്കെ നിങ്ങൾക്കുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ അതിനായിട്ടൊരു സമയം കണ്ടെത്തുക, അത് പരിശീലിക്കുക. ഓക്കെ, നിങ്ങളുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു മനസ്സിന് സന്തോഷം തരുന്ന, ഒരു സമാധാനം തരുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആയിരിക്കണം ഓരോ ദിവസവും. ഓക്കെ, പരമാവധി വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുക. റെസ്റ്റ് എടുക്കുമ്പോൾ റെസ്റ്റ് എടുക്കണം, വേണ്ടാന്നല്ല. പക്ഷെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരിക. അപ്പൊ അതിനെ പരമാവധി നമ്മൾ റിലീസ് ചെയ്യണമെങ്കിൽ, അതിന് ഡിറ്റാച്ച്ഡ് ആകണമെങ്കിൽ നമ്മുടെ ഫോക്കസ് പോസിറ്റീവ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കണം. അപ്പൊ അത് വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളിലായിരിക്കും ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കുക. ഓക്കെ, പിന്നെ കോഡിപെൻഡൻസി, എനിക്കൊരാളില്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ സന്തോഷം അനുഭവിക്കില്ല. എനിക്ക് കിട്ടുന്ന കുറെ കമന്റ്സ് ഉണ്ട്. അതായത് ഒരു ജീവിത പങ്കാളി ഇല്ലാണ്ട് ലൈഫിൽ പിന്നെ എന്താ കാര്യം, ഒറ്റയ്ക്ക് ജീവിച്ചാൽ ഭയങ്കര ബോറാണ്. ഈ ടെൻഡൻസി നിങ്ങളുടെ മാറിയില്ലേ, നിങ്ങൾക്ക് ജീവിത പങ്കാളി വന്നാൽ നിങ്ങളുടെ ലൈഫ് കണക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് അപ്പോഴും എന്തോ ഒരു കുറവുണ്ട്. ഇതല്ല ഞാൻ ആഗ്രഹിച്ചത്, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലേക്ക് പോകും. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് ജീവിത രീതിയാക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. ഓക്കെ, നിങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല ആ ജീവിതത്തിൽ. ഒരാള്, അതായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം, നിങ്ങൾ ജീവിതത്തിൽ ആനന്ദിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും നിങ്ങൾ ഒരാളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യണത്. വേറൊരാൾ അയാൾ വരണം, അയാൾ വന്നാൽ എൻ്റെ ജീവിതം വളരെ ഹാപ്പിയാണ്, അയാൾ വന്നാൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ്, ഞാൻ ഒരുപാട് എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, നമ്മുടെ സന്തോഷവും നമ്മുടെ എന്താ പറയണ്ടേ സമാധാനം, നമ്മുടെ ജീവിതത്തിന്റെ നല്ല നല്ല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ ആനന്ദകരമാക്കുന്നത് മറ്റൊരാളുടെ വരവോടെ ആകണം, അല്ലെങ്കിൽ ആ ഒരാൾ വന്നാൽ മാത്രമേ ഈ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ആസ്വാദ്യകരമാകൂ എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് പറ്റും. ആദ്യത്തെ കുറച്ച് നാൾ ബുദ്ധിമുട്ടായിരിക്കും, ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് സാധിക്കും.
ഓക്കെ. അപ്പോൾ ആ ഒരു കോ ഡിപ്പെൻഡൻസി നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നല്ലതല്ല, അൺഹെൽത്തി ആണ്. അത് റിലീസ് ചെയ്യുക തന്നെ വേണം. ഓക്കെ. നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നതിനും ജീവിതം സന്തോഷകരമാകുന്നതിനും വേറൊരു വ്യക്തിയുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം. അത് നിങ്ങളുടെ ഒപ്പമായിരിക്കെ തന്നെ നിങ്ങൾക്ക് ഈ സന്തോഷവും ആനന്ദം അനുഭവിക്കാനായി സാധിക്കും. ആ ഉള്ള ആനന്ദത്തിനെ സന്തോഷത്തിനെ ഇരട്ടിപ്പിക്കുന്നതിന് വേണമെങ്കിൽ ആ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അത് വ്യത്യാസമുണ്ട്. അവിടെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ്. ഈ ഒരു പങ്കാളി വരുമ്പോൾ ലൈഫ് കൂടുതൽ ഹാപ്പി ആകുന്നു. അവിടെ ഉള്ള സന്തോഷത്തിനെ ഇരട്ടിപ്പിക്കാനാണ് നോക്കുന്നത്. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കളക്റ്റീവ് ഉണ്ട്. അവരൊട്ടും ഹാപ്പിയേ അല്ല ലൈഫിൽ. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും, എന്നാലും അവർക്ക് ഹാപ്പിനെസ് ഇല്ല. ഓക്കെ. എന്താ കൂട്ടുകാർക്കൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവരും കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ അവർക്കൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്കില്ല. റിലേഷൻഷിപ്പ് വേണം ജീവിതം സന്തോഷിക്കാൻ എന്നുള്ള വളരെ തെറ്റായ ഒരു ധാരണയുണ്ട് ആളുകളുടെ ഇടയിൽ. അതാണ് മാറ്റിയെടുക്കേണ്ടത്. ഓക്കെ. നിങ്ങളോട് പ്രത്യേകം അതെടുത്ത് പറയുന്നുണ്ട്. എല്ലാത്തിനും ഒടുവിൽ പറയുന്നു, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് നിങ്ങളിലൊരു സെക്യൂർഡ് ആയിരിക്കണം നിങ്ങൾ. ഓക്കെ. ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യണം. നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ യുണീക്ക് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സൗന്ദര്യമുണ്ട്. ഓക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതാണ് കൂടുതൽ ആളുകൾക്കും കോൺഷ്യസ് ആകുന്നത് അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ. അതൊരു എന്താ പറയാ, അതൊരു മായാലോകം എന്ന് പറയുന്ന പോലത്തെയാണ് ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അവർ റിയാലിറ്റിയിൽ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരുപാട് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ ആ എക്സ്റ്റേണൽ അപ്പിയറൻസിലൊക്കെ മാറ്റം വരുത്തുന്നത്. അവർ അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ആലോചിച്ചറിയാം. കുറച്ച് നമ്മുടെ ബുദ്ധിയോട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. പ്രത്യേകിച്ച് ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവർ പ്രത്യേകിച്ച് അവർ അത്രയും ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടാണ് അവരെല്ലാം ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരുന്നത്. കാരണം അവരുടെ എന്താ പറയണ്ടേ, നീഷ് എന്ന് തന്നെ പറയുന്നത് അവർ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ്. അത് വെച്ചുകൊണ്ടാണ് അവർ പ്രോഡക്ട്സ് വിൽക്കുന്നതും പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നതും. ഓക്കെ. അവർ ആ ഡീലിലൂടെ പണം ഉണ്ടാക്കുന്നതും ആ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് അവർക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അഭിനയിക്കുന്ന ആളുകൾക്ക് അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, അതേപോലെ. അപ്പൊ അത് കണ്ടിട്ട് കണ്ടു ഇവർക്ക് അങ്ങനെ ആവാൻ പറ്റും, അപ്പൊ എനിക്ക് പക്ഷെ എന്നെ കാണാൻ അങ്ങനെ ഇല്ല, എന്നെ കാണാൻ ഇങ്ങനെ ഭംഗിയില്ല, എന്നെ പോലെ നിറം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് നിറം വെച്ചു. നിറത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു നാടാണ് നമ്മുടെ. ഓക്കെ. ആദ്യമേ മനസ്സിലാക്കുക, ഈ നിറം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതിന് ഇത്രയും എന്താ പറയാ വല്ലാതെ ഒരു ഭ്രമമുള്ളത്. വേറെ നാടുകളിലൊന്നും ഞാൻ അതിന് ഇത്രയും ഭ്രമം കണ്ടിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്യാരക്ടർ ഏറ്റവും നല്ലതായിരുന്നുണ്ടോ, നമ്മളെ സ്വാഭാവികമായിട്ട് നമ്മുടെ എനർജി വളരെ മാഗ്നറ്റിക് ആയിരിക്കും. നമ്മളെ എല്ലാവർക്കും ഒരു അട്രാക്റ്റീവ് തോന്നും. കാരണം ഒരു ആകർഷണം എല്ലാവർക്കും തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ക്യാരക്ടറിന്റെ പ്യൂരിറ്റി കൊണ്ടാണ് അവിടെ നമ്മുടെ എനർജിയിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ. അപ്പൊ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഇങ്ങനെ സൂപ്പർ ഫോക്കസ് ചെയ്യാതിരിക്കുക, കമ്പയർ ചെയ്യാതിരിക്കുക. അവരെങ്ങനെയാണ്, എന്നെ കാണാൻ ഇങ്ങനെയാണ്, അവരെ കാണാൻ അത് ഭംഗിയുണ്ട്, എനിക്കിത് ഭംഗിയില്ല, അതൊട്ടും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സൗന്ദര്യം ഉണ്ട്, അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട് എന്ന് തോന്നുന്നത്, അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നിങ്ങളുടെ സൗന്ദര്യം കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളിൽ കാണുന്ന കുറവുകൾ തന്നെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ചില ആളുകൾ കുഞ്ഞിലേ മുതലേ അവരിങ്ങനെ കേട്ട് വളരുന്നത്, അതായത് ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിലല്ലാതെ വരുന്നവരൊക്കെ കുറവുകളുള്ളവരായിട്ടാണല്ലോ കണക്കാക്കുക. അപ്പൊ നിറമില്ലാത്തവരാണെങ്കിൽ ഒട്ടും നിറയില്ലാത്ത കുട്ടിയല്ലേ അങ്ങനെ കേട്ട് കേട്ട് വളർന്നവർക്ക് അതൊരു ട്രോമയാണ്, ഒരു ഉള്ളിലെ ഒരു വൂണ്ടാണത്. അപ്പൊ നിങ്ങൾ അത് ഹീൽ ചെയ്യണം. ഓക്കെ. അത് നിങ്ങളുടെ അത് ആ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങളിൽ വന്നിട്ടുള്ളത് ചെറുപ്പകാലം തൊട്ടേ കേട്ട് വളർന്നതിന്റെയാണ്. അപ്പൊ നിങ്ങൾ അത് ഹീൽ ചെയ്യുക. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ളത് ആ ഒരു ചിന്ത അത് നിങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുള്ള ഇൻസെക്യൂരിറ്റി ആണോ, അത് മറ്റുള്ളവർ പറഞ്ഞു കുഞ്ഞിലേ മുതൽ പറഞ്ഞു വന്നിട്ടുള്ള ഇൻസെക്യൂരിറ്റി ആണോ നോക്കുക. അതിനെയും റിലീസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പിയറൻസ് ഇൻസൈഡ് ഔട്ട്, നിങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. അത് നേടിയെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക തന്നെ വേണം. ഓക്കെ. അപ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് പേഴ്സൺ, നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് നിങ്ങൾക്ക് എത്തുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നതിനും ആ ഒരു റിലേഷൻഷിപ്പിൽ ത്രൂ ഔട്ട് ഇൻസെക്യൂരിറ്റി ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്.
അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ ക്യാപ്സ്യൂൾ ക്ലൂസ് ഒന്നും നൽകുന്നില്ല കേട്ടോ. ഞാൻ ആ ഡെക്ക് എടുക്കാൻ മറന്നതാണ്. 2 പ്രാവശ്യം അത് എടുക്കാൻ വേണ്ടി പോയിട്ടും ഞാനത് ഡിസ്ട്രാക്റ്റഡ് ആയി പിന്നെ തിരിച്ചു പോരാ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു റീഡിങ്ങിൽ ആ ഡെക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ക്ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയണത്. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു എന്താ പറയണ്ടേ ഇൻസ്ട്രക്ഷൻ ഞാൻ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ ക്യാപ്സ്യൂൾ ക്ലൂസ് തരുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഇങ്ങനത്തെ കൂടിക്കാഴ്ച സംഭവിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഇപ്പോഴത്തെ കറണ്ട് എനർജിയിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു ഷിഫ്റ്റാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു സ്റ്റാഗ്നൻസി നിങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഞ്ചിക്കപ്പെടുക, ഓക്കെ, നിങ്ങൾക്ക് അത്ര നല്ല സുഖകരമല്ലാത്ത ഒരു വഞ്ചന അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചനയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമൂലം നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലാണ്, സ്റ്റാഗ്നന്റ് എനർജിയിലാണ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ. അവിടെ നിന്ന് നിങ്ങളുടെ ഒരു സോൾ ഫാമിലി മെമ്പർ, ഓക്കെ, സോൾ ഫാമിലി മെമ്പറിലൂടെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്, ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലാകാനാണ് കൂടുതൽ എനിക്കൊരു സാധ്യത കാണുന്നത്. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് കൂടുതൽ ഒരു ഭദ്രത വരുന്നു, ഒരു സെക്യൂരിറ്റി വരുന്നു. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ്, ഇതൊരു സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റാണ്, നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് അത്. ഈ ഒരു മാറ്റം സംഭവിക്കും. ഇത് സംഭവിച്ചതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇപ്പം നിങ്ങൾ ആ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിലാണെന്ന് കാണുന്നത്. നിങ്ങൾ കുറച്ച് സ്ട്രെസ്ഡ് ആണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഈ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം എന്നറിയാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ പല വഴിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ആ ഒരു സെറ്റ് ബാക്കിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ആ ഒരു എന്താ പറയുക, വിശ്വാസ വഞ്ചന മൂലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചിലവരുടെ സ്വാർത്ഥമായ തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഭവിച്ച ഒരു നഷ്ടം, ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സമയം നിങ്ങൾ അതിലൂടെ കടന്നു പോന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റക്ക് എനർജിയാണ്. നിങ്ങൾ എവിടെയായിരിക്കുന്നു, നിങ്ങൾ സ്റ്റക്ക് എനർജിയാണ്. ഞാൻ കാണുന്നത് മെജോറിറ്റി ഇതിലുള്ളവർക്കും ജോലി ഇല്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്രയും നല്ലൊരു മാറ്റം ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സമയത്താണ് ചിലരുടെ സ്വാർത്ഥമായ തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടത്. അപ്പൊ തൊട്ട് നിങ്ങൾ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലാണെന്ന് കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിലായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ വരുന്ന ഈ സോൾ ഫാമിലി മെമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വഞ്ചന, നിങ്ങളുടെ ഈ ഒരു കരിയറിൽ നിങ്ങൾ അനുഭവിച്ച ഈ ഒരു വളരെ വിഷമമേറിയ ഒരു സന്ദർഭം, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അവർ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ച ആ ഒരു കാര്യം. അപ്പോൾ ആ ഒരു അനീതി നിങ്ങൾക്ക് സംഭവിച്ചത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നീതി നടപ്പാക്കണം എന്ന് ഉള്ള ഒരു ഉദ്ദേശം കൂടെ അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ ഈ ഒരാൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും. നിങ്ങൾ എന്താണോ നിങ്ങളുടെ കരിയറിൽ അനുഭവിച്ചത്, ഓക്കെ, ആ ഒരു നിങ്ങളത് അനുഭവിക്കുമ്പോൾ ആ സിറ്റുവേഷനിൽ ഈ വ്യക്തി ഉണ്ടായിരുന്നിരിക്കണം.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് സംഭവിച്ചത് അനീതിയാണെന്ന് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അത് നിങ്ങൾ അർഹിക്കുന്നില്ല, അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾ അർഹിക്കുന്നില്ല, നിങ്ങൾ അതിനേക്കാൾ നല്ല കാര്യങ്ങളാണ് അർഹിക്കുന്നത് എന്നുള്ള ആ ഒരു, അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അന്ന് അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതിൽ അവർക്കൊരു കുറ്റബോധം ചിലപ്പോൾ ഉണ്ടാകാം. ഓക്കെ, അത് ചെയ്യണമായിരുന്നു എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ശക്തമായിരുന്നിരിക്കാം. അപ്പൊ ഇപ്പൊ ഒരു അവസരം കിട്ടുമ്പോൾ അവരത് അവർ അന്ന് ചെയ്യാതെ പോയതിന് പകരമായിട്ട് നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് കരിയറിൽ നിങ്ങളെ എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ എത്തുന്നതിന് സഹായിക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം ആ തെറ്റ് തിരുത്തുക എന്നുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നതിന് മുൻപായിട്ട്. നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ ഒരുപാട് ഉയർച്ചയിലെത്തണം, ഒരുപാട് വിജയങ്ങൾ നേടണം എന്നൊരു വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രയത്നിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എന്ത് വേണമെങ്കിലും ആകാം, അത് എനിക്ക് കൃത്യമായിട്ട് ഇന്നൊരു കാര്യം എന്ന് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ അതിനായിട്ട് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം എന്താണോ, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ഉയർച്ച, വളർച്ച എന്താണോ, അതിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു ലൈം ലൈറ്റ് എനർജി, ഒരു ബ്രേക്ക് ത്രൂ ആണ് കാണുന്നത്. അപ്പൊ അതായത് ഒരു വലിയ ഒരു വിജയം നിങ്ങളെ സംബന്ധിച്ചത് വലിയ വിജയമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ല, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭമോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ അതിനൊരു മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ടാവും, ഇന്ന പൊസിഷനിലേക്ക് ഞാൻ എത്തണം, അപ്പോഴാണ് ഇതിൽ ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്, ഓക്കെ, ആ അച്ചീവ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നതിന് മുൻപാണ്. അപ്പൊ ആ ഒരു മൊമെന്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു സക്സസ്ഫുൾ പൊസിഷനിലായിരിക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയാ അറ്റൻഷൻ കിട്ടുന്ന ഒരുപാട് നിങ്ങളുടെ എനർജി വളരെ മാഗ്നറ്റിക് ആവുന്ന ഒരു സമയമാണത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളൊരു ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ കാണുക. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ത്രൂ, ഈ ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വഴി നിങ്ങൾ വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷണൽ പേഴ്സൺ ആയിട്ട്, ഒരു സെലിബ്രിറ്റി പോലെയൊക്കെ കാണുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വൈകാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാൻ പോകുകയാണ് എന്നുള്ളത്. അതൊരു വേറെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ, ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ന്യായമായതാണ് എന്ന് കാണുന്നു. കാരണം നിങ്ങൾ അതിനായിട്ട് അത്രയും പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടായിരുന്നുണ്ടാവില്ല നിങ്ങൾ അതിലേക്ക് എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച്. നിങ്ങൾക്കൊരു അത്രയും ഒരു ഉറപ്പുണ്ടായിരുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ പരിശ്രമത്തിന് ഫലം കാണാതിരിക്കില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു ഒറ്റ വിശ്വാസത്തിന്റെ മേലെ നിങ്ങൾ പ്രയത്നിച്ചു, അതിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ കിട്ടുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുൻപായിട്ടായിരിക്കും.
ഓക്കെ. വളരെ നല്ലൊരു എനർജിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ ഉയർന്ന നിലയിലേക്ക് എത്തുന്നത് കാണുന്നു. ഇപ്പോഴുള്ളതൊന്നല്ല. നമ്മൾ ടെൻ ഓഫ് പെന്റക്കിൾസിന്റെ കഥയാണ് പറയുന്നത്. ടെൻ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളവർക്കും ഇനി വരുന്ന തലമുറയ്ക്കും വേണ്ടുന്നത് അത്രയും സമ്പാദിക്കുന്ന ഒരു അവസ്ഥയാണ്. അത്രയും വലിയൊരു ധനസ്ഥിതിയാണ് പറയണത്. ആ നിലയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ഓക്കെ നിങ്ങൾ മൂലം നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാകുന്നു. ആ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പൊ അത്രയും നിങ്ങൾ ഒരു എന്താ പറയാ സാമ്പത്തികമായിട്ടും വളരെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു സമയം. ലൈഫിൽ എല്ലാം കൊണ്ടും നിങ്ങൾ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയം. കാരണം സൺ കാർഡും വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അവിടെ വന്നിട്ടുള്ളത്. അതായത് ഭാഗ്യങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഭാഗ്യങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഇങ്ങനെ പുരോഗതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും, മുന്നേറിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥ. വളരെ സന്തോഷം നിറഞ്ഞൊരു സമയം. ഒരു സമ്മർ ടൈം ആയിരിക്കാം. ഓക്കെ, സൂര്യകാന്തി പൂക്കൾ നിങ്ങൾക്ക് ഒരു സൈൻ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ എന്താ പറയാ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്ന ആ ഒരു സമയം. ആ സമയത്ത് നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുൻപായിട്ട് ചിലപ്പോൾ ഒരുപാട് സൂര്യകാന്തി പൂക്കൾ നിങ്ങൾ ഇങ്ങനെ കാണും. അതൊരു സൈനായിട്ട് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്ന ആ സന്ദർഭം ഉണ്ടല്ലോ, ആ മൊമെന്റ്, ആ പരിസരത്ത് എവിടെയെങ്കിലും ഇതുപോലെ നിറയെ സൂര്യകാന്തി പൂ നിങ്ങൾക്ക് കാണാനായിട്ട് ഇടവരും. നിങ്ങൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. അതൊരു സൈനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പിന്നെ വേനൽക്കാലം പൊതുവെ സൺഫ്ലവർ എന്ന് പറയുമ്പോൾ സമ്മർ അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ വേനൽക്കാലം അതൊരു പ്രധാന സീസണായിട്ട് കാണുന്നു. അപ്പോൾ എന്താ പറയാ എല്ലാം കൊണ്ട് ലൈഫിൽ ഏറ്റവും ഒരു നല്ല ഒരു സമയം എന്ന് പറയുമല്ലോ. എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടും ഇമോഷണലിയും എല്ലാം നിങ്ങൾ വളരെ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലായിരിക്കാന്ന് പറയും. ബ്ലിസ്ഫുൾ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ അങ്ങേയറ്റമാണ്. എല്ലാം കൊണ്ടും സംതൃപ്തി നിറഞ്ഞ ആ ഒരു പരമോന്നമായ നിലയിൽ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ആ ലെവലിൽ നിൽക്കുന്ന ഒരു സമയം. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. അതിനർത്ഥം നിങ്ങൾ ഒട്ടും പ്രശ്നങ്ങൾ ഇല്ലാതെ വന്ന ഒരാളെന്നല്ല. നിങ്ങൾ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അനീതി അനുഭവിച്ചിട്ടൊക്കെ ഉണ്ട്. ആ അനീതിക്ക് പകരം നീതി നടപ്പാക്കുന്നതാണ് യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കുക ഈ ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ പ്രയത്നിക്കുന്ന നിങ്ങളുടേതായ ഏതെങ്കിലും സംരംഭത്തിന്റെ ഒരു ഉയർച്ച, വളർച്ച, അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പേരും പ്രശസ്തിയും, പിന്നെ എന്താ പറയുക നിങ്ങൾ മൂലം നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാവുന്നു, സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു, ജീവിത രീതിയിൽ ഒരു ഉയർച്ച വരുന്നു. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ മാറ്റം വരുന്നു, സോഷ്യൽ സ്റ്റാറ്റസിൽ മാറ്റം വരുന്നു. ലൈഫിൽ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെയായി എന്താ പറയണ്ടേ അത്രയും നല്ലൊരു എനർജിയിൽ ഇങ്ങനെ ആയിരിക്കുക എന്ന് പറയുമല്ലോ, അങ്ങനെ പോകുന്ന ഒരു സമയമുണ്ട്. ഭാഗ്യങ്ങൾ ഇങ്ങനെ ഭാഗ്യം തുണച്ചു നിൽക്കുന്ന ഒരു സമയം കൂടെ. അത്രയും ഈശ്വര കടാക്ഷമൊക്കെ ഉള്ള ഒരു സമയം. ആ ഒരു സമയത്താണ് അത് ആ ആ അത് ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ആ സ്റ്റേജിലായിരിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്തായാലും എത്തും എന്നാണ് കാണുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു റീലൊക്കേഷൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക നിങ്ങളിപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ വേറൊരു നാട്ടിലേക്കോ വേറൊരു രാജ്യത്തിലേക്കോ റീലൊക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം ആ റീലൊക്കേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാത്ര കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മിക്കതും കണ്ടുമുട്ടുന്നത് നിങ്ങൾ യാത്ര ചെയ്ത് ചെന്നെത്തുന്ന സ്ഥലത്തായിരിക്കും. ഓക്കെ, അതിനൊരു സാധ്യത കാണുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ നല്ല നല്ല മാറ്റങ്ങളാണ്. അപ്പൊ ഈ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യേണ്ടത്, ഇപ്പൊ തുടങ്ങി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ. അപ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ റിയാലിറ്റി ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് അതിലെത്തിപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഇടയിൽ ഒരു അലൈൻമെന്റ് സംഭവിക്കുകയാണ്. നിങ്ങൾ ആ ഒരു മീറ്റിംഗിന് റെഡി ആകുകയാണ്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളെ കുറിച്ചിട്ടുള്ള തെറ്റായ ധാരണകളുണ്ട്. അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് 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 അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച്. അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കുറെ കാര്യങ്ങൾ ആക്ച്വലി നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്, പക്ഷെ നിങ്ങളുടെ തോട്ടാണ് നിങ്ങളെ കൊണ്ട് പറ്റില്ല. അങ്ങനത്തെ ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് എന്ന് ഞാൻ ജനറലി പറയുന്നത് ഇക്കാര്യങ്ങളെയാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കണം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു ഇൻസെക്യൂരിറ്റിയിൽ ഫോക്കസ് ചെയ്യുക, അതിനെ റിലീസ് ചെയ്യുക. അത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. അത് എഴുതി വെച്ചിട്ട് ഒരു കോഡ് കട്ടിംഗ് റിച്വൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അഫർമേഷൻസ് യൂസ് ചെയ്തോ നിങ്ങൾ അതിനെ റിലീസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളിൽ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. നിങ്ങൾ കിങ് ഓഫ് വാൺസിനെ പോലെ എന്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ലെങ്കിൽ പോലും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നിങ്ങൾ എത്തിയിരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് യൂണിവേഴ്സിലെ വിശ്വാസമുണ്ട്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ എത്തും എന്നുള്ള, അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ, വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നും നിങ്ങൾ അത് കൃത്യമായി ഉപയോഗിക്കുമെന്നും ഉള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. കിങ് ഓഫ് വാൺസ് അങ്ങനെയാണ്. കിങ് ഓഫ് വാൺസ് എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോഴും ആ ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പോകുന്നുണ്ടാകുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ആളുടെ ഉള്ളിലുള്ള തോട്ട് എന്താണ്, അതിൽ ഞാൻ സക്സസ്ഫുൾ ആണ്, അത് ഞാൻ നേടിയെടുത്തിരിക്കും. അതിലെന്തൊക്കെ ചാലഞ്ച് ഉണ്ട്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതൊന്നും ആൾക്ക് അറിയില്ല ആ സമയത്ത്. പക്ഷെ ഒരു കാര്യം അറിയാം, ആളത് നേടിയെടുക്കും, അതിലാൾ വിജയിച്ചിരിക്കും എന്നുള്ളത്. അതാണ് കിങ് ഓഫ് വാൺസിന്റെ ആത്മവിശ്വാസം. ആ ലെവലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ വളർത്തിയെടുക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നു. അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. ഓക്കെ. പിന്നെ നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോടൊക്കെ കൂടെ ആയിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നത്, അതുപോലെ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്, ഓക്കെ, ആരോടൊക്കെ കൂടെ ഇരിക്കുമ്പോഴാണ് അത്രയും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, അവരുമായിട്ട് മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അവരുടെ വിജയങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, അതൊക്കെ ആഘോഷിക്കുമ്പോൾ അതിന്റെ ഭാഗമാകുക. ഓക്കെ. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിജയാഘോഷങ്ങൾക്ക് ഭാഗമാകാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഹൈ വൈബ്രേഷണൽ എനർജിയാണ് ആ സമയത്ത്. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ എന്നാലും അവർക്ക് കണ്ടുപോകും വിജയം ഉണ്ടായി, എനിക്കിതൊന്നും ആയില്ലല്ലോ, അങ്ങനെയല്ല വിചാരിക്കണ്ടേ. ഇതുപോലെ തന്നെ വളരെ വൈകാതെ ഞാനും എൻ്റെ ജീവിതത്തിലെ വിജയം ആഘോഷിക്കും, ഇതുപോലെയാണ് ഞാനും ആഘോഷിക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് എന്താണ്, ഓൾറെഡി ഇത് നിങ്ങളുടെ വിജയാഘോഷമാണെന്നാണ്. ഓക്കെ. ഓരോ ആഘോഷങ്ങളുടെയും ഭാഗമാകുമ്പോൾ അത് നിങ്ങളുടെ ആഘോഷമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായതിന്റെ ആഘോഷമാണ് എന്ന് നിങ്ങൾക്ക് എന്താ പറയാ, അങ്ങനെ നിങ്ങൾക്ക് ഒരു സങ്കല്പിക്കാനായിട്ട് സാധിക്കണം. അത് എന്നിട്ട് മാക്സിമം ആ ഒരു ഹാപ്പി മൊമെന്റിൽ, ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിൽ ആയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സംരംഭം അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു കാര്യമുണ്ട്, അതിനായി കഠിനമായി പരിശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പരിശ്രമിക്കുന്നവരോടാണ് പറയുന്നത്, നിങ്ങളുടെ പരിശ്രമത്തിൽ കുറവ് വരുത്താൻ പാടില്ല. ഓക്കെ. നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിരാശ ഉണ്ടാവും, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും ആവണില്ലല്ലോ, ഇത് ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ്, അങ്ങനെ പാടില്ല. നിങ്ങൾ എടുക്കുന്ന ആ ഹാർഡ് വർക്ക്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന എഫേർട്ട്, അത് തുടർന്ന് പോകുക. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വലിയ വിജയങ്ങളാണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. പിന്നെ ഭാവിയെ ഏറ്റവും നല്ല രീതിയിൽ കാണുക. ലൈഫിൽ ഇനി അങ്ങോട്ട് സന്തോഷം ഉണ്ടാവുള്ളൂ, ലൈഫിൽ ഇനി അങ്ങോട്ട് സുഖകരമായ ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ, ഇനി അങ്ങോട്ട് ലൈഫ് നിങ്ങൾക്ക് വളരെയധികം ആനന്ദകരമായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്നും നിങ്ങളോട് പറയാനായിട്ട് സാധിക്കണം. ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ബെസ്റ്റ് കേസ് സിനാരിയോ മാത്രം ചിന്തിക്കുക. നിങ്ങൾ ആവശ്യത്തിന് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ, ചാലഞ്ചുകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പൊ ഇനി നമുക്കൊരു മാറ്റാവാലോ, ഇത്ര നാളും ഇപ്പൊ നമ്മൾ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചത്, ഇനി അങ്ങോട്ട് നല്ല കാലം ആവാം. ഓക്കെ. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾ സന്തോഷിക്കണം, അതിൽ നിങ്ങൾക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റണം. ഓക്കെ. അതും നിങ്ങളോട് പറയുന്നു. പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും നിങ്ങളെ കൂടെ നിന്ന് ചതിക്കുക എന്നുള്ള പോലെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് കണ്ടു കരിയറിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം. നിങ്ങൾ അവരോട് ക്ഷമിക്കുക. അവരോട് ക്ഷമിക്കുന്നത്
നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നത് എന്താ അവർക്ക് നല്ലത് വരാൻ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിങ്ങളുടെ അവരോടുള്ള സ്നേഹം അതൊന്നുമല്ല. നിങ്ങൾ അവിടെ കാണേണ്ടത്, നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ അവിടെ ക്ഷമിക്കാതെ നിൽക്കുന്നിടത്തോളം എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ തന്നെ എനർജറ്റിക്കലി കണക്ട് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ കണക്ഷൻ ബ്രേക്ക് ആവില്ല. അവിടെ നിന്ന് അത് ബ്രേക്ക് ആയില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ കാലതാമസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുന്നതിന്, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല സമയം ഉണ്ടാകുന്നതിന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളും വിജയങ്ങളും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തികളോട് ക്ഷമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക. അവർ ചെയ്തതിന്റെ ഫലം അവർ അനുഭവിച്ചിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതെങ്ങനെ അനുഭവിക്കും, എപ്പോൾ അനുഭവിക്കും, അതൊക്കെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു ആളെ, ഇപ്പൊ നമ്മളെ വേദനിപ്പിച്ച ഒരാൾക്ക് പകരം എന്തെങ്കിലും ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിയാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഏറ്റവും മികച്ച രീതിയിൽ അവർ ചെയ്തതിന്റെ ഫലം എന്താണോ അത് യൂണിവേഴ്സിന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഞാൻ കേട്ട ഒരു ടേമാണ് റിവെഞ്ച് ഈസ് ബെസ്റ്റ് വെൻ ഇറ്റ് ഈസ് സെർവ്ഡ് കോൾഡ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അതേ ടേം ആണെന്ന് അറിയില്ല, പക്ഷെ അതാണ്. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉടനടി അവർക്ക് മറുപടി കിട്ടാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഓക്കെ, നിങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ളവര് അവരിത്രയും ചെയ്തിട്ട് അവർ സുഖിച്ച് ജീവിക്കുകയാണല്ലോ എന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു കാര്യം, നിങ്ങൾക്ക് സംഭവിച്ച അനീതിക്ക് പകരമായിട്ടുള്ള ഒരു റിവെഞ്ച്. ഓക്കെ, യൂണിവേഴ്സാണ് റിവെഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആ റിവെഞ്ച് യൂണിവേഴ്സ് എപ്പോഴാണ് കൊടുക്കുക? ഇവർ ഇതിനെക്കുറിച്ചൊക്കെ മറന്ന് ജീവിതത്തിൽ അങ്ങ് ആസ്വദിച്ച് പോകുന്ന ആ ഒരു മൊമെന്റിലാണ് അവർ ഈ ചെയ്തതിന്റെ ഫലം അവരുടെ ജീവിതത്തിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് അതിന്റെ ആ ഒരു എന്താ പറയാ ആഴവും പരപ്പും കൂടുന്നത്, അതിന്റെ ആഘാതം കൂടുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുമോ, എന്നെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട. നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചാലും നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ക്ഷമിക്കുന്നത് അവർക്ക് നല്ലത് വരാനോ അവരുടെ നല്ലതിനെന്നല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കാൻ. ഓക്കെ, നിങ്ങളെ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് അതിൽ നിന്ന് പതുക്കെ പതുക്കെ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിക്കുക, മറക്കുക. കഴിവതും ആ കാര്യങ്ങളെ കുറിച്ച് ഇനി മെൻഷൻ ചെയ്യാതിരിക്കുക. ആ വ്യക്തികളെ കുറിച്ച്, നിങ്ങൾ അനുഭവിച്ച ആ കാര്യത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയാതിരിക്കുക. ഓക്കെ, നമ്മൾ ഓരോ വട്ടത്തിൽ പറയുമ്പോൾ നമ്മൾ അതിൽ കൂടെ വീണ്ടും വീണ്ടും ജീവിക്കുകയാണ്. അപ്പൊ അത് വേണ്ട, അത് കഴിഞ്ഞു പോയതല്ലേ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ പോലും നിങ്ങൾ ആ കാര്യത്തിനെ കുറിച്ച് എടുത്തിടാനോ അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ച് അത് പ്രോത്സാഹിപ്പിക്കാനോ നിൽക്കരുത്. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ പോലെ അവരെ ചെയ്തതിന്റെ ഫലം അത് യൂണിവേഴ്സ് കൊടുത്തോളും. അത് യൂണിവേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊടുത്തോളും. അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. അപ്പൊ ഇന്നത്തെ റീഡിങ്ങിൽ ക്യാപ്സ്യൂൾ ക്ലൂസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഗ്രൂപ്പ് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡെക്ക് ഞാൻ എടുക്കാൻ മറന്നു. ഫസ്റ്റ് ഓഫ് ഓൾ 2 പ്രാവശ്യം എടുക്കാൻ പോയിട്ടും ഞാനത് പകുതിക്ക് വെച്ച് ഞാൻ എന്തിനാ മറന്നു പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്സ്യൂൾ ക്ലൂസ് ഒന്നും തരുന്നില്ല. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇത് ശരിയായ കളർ കണ്ടോ? ഈ നീല കളറാണ്. ഇതിനേക്കാളും നല്ല നീല കളറാണ് ആക്ച്വലി, പക്ഷേ ഈ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ കളർ അത്ര പോരാ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിത പങ്കാളിനെ കണ്ടുമുട്ടുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ എനർജി വെച്ചുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. അതാണ് നമ്മൾ ആദ്യം നോക്കുക. അതിനുശേഷം ആ മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസും കൂടെ നമ്മൾ നോക്കും.
ഓക്കെ. അപ്പൊ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ സ്വപ്രയത്നം കൊണ്ട് നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങള്. പക്ഷെ നിങ്ങള് ഇപ്പൊ അതിൽ നിന്ന് നിങ്ങളെങ്ങനെ പുറത്ത് കടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സ്വയം മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ ആക്ഷൻസ് എടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നതിന് മുൻപായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ കോംപ്ലിക്കേഷൻസിൽ നിന്നും ചാലഞ്ചസിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ. മാത്രമല്ല, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ എന്താണോ അതിലേക്ക് നിങ്ങൾ ആയിട്ടുണ്ടായിരിക്കും. സാമ്പത്തികമായിട്ടും കരിയർ വൈസ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ നിങ്ങൾ അർഹിക്കുന്ന നിങ്ങളുടെ ജീവിത രീതി ഏതാണോ, ജീവിത സാഹചര്യം ഏതാണോ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ചാലഞ്ചസ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവുക. അതിൽ നിന്നാണ് നിങ്ങൾ പുറത്ത് കടക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപത്തെ റിലേഷൻഷിപ്പിന്റെ എന്താ പറയേണ്ട അനന്തരഫലവും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അതിൽ നിന്ന് നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത്, നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത്, നിങ്ങൾ ആക്ഷൻസ് എടുത്ത് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നു. നിങ്ങൾ പുറത്ത് കടക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളൊരു എന്താ പറയണ്ടേ, മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങളൊരു ഇൻസ്പിറേഷനായിട്ട് കാണുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ. അതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കണ്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ആ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ ഇൻസ്പിറേഷണൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്താ പറയുക സഹായങ്ങൾ ചോദിച്ചു വരിക, നിങ്ങളുടെ അടുത്ത് സഹായങ്ങൾ ഇൻ ദ സെൻസ് സജഷൻസ്, അഡ്വൈസസ് ഒക്കെ ചോദിച്ചു വരാൻ സാധ്യതയുണ്ട്. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനൊക്കെ ആയിട്ട് ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നു. കൂടാതെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് ആണ് കാണുന്നത്. ഓക്കെ. ആ ഒരു ഡിവൈൻ മസ്കുലിൻ എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. എംപറർ എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ആ ഒരു ഡിവൈൻ യൂണിയൻ ആയിട്ട് നിങ്ങൾക്ക് ഡിവൈൻ യൂണിയൻ തന്നെയാണ് കാണുന്നത്, വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നതാണ്. അതിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആകുന്നു. ആ ഒരു ഹെൽത്തി കണക്ഷൻ, ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന് വേണ്ടി നിങ്ങൾ എന്താ പറയുക മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ തയ്യാറാവാണ്. കംപ്ലീറ്റ്ലി നിങ്ങൾ അതിന് റെഡിയാണ്. ആ വ്യക്തിയെ മീറ്റ് ചെയ്യാനും റെഡിയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ഒരു ജീവിതം ജീവിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാണ്. ഇപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒരു ആശങ്കകളുണ്ട്, അല്ലെങ്കിൽ ശരിയാവോ, ലൈഫ് ഓക്കെ ആയിരിക്കോ, ഞാൻ നല്ലൊരു പങ്കാളിയായിരിക്കും, അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടുണ്ടാവും. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയി തന്നെ ആ റിലേഷൻഷിപ്പിനെ പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ. അപ്പൊ ആ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോഴും അവരായിട്ട് ഇടപഴകുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു പകപ്പോ അല്ലെങ്കിൽ ഞാൻ ഇത് തയ്യാറാണോ എന്നൊരു തോന്നലോ ഡൗട്ടോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ ആ ഡിവൈൻ മസ്കുലിൻ എനർജിയിലാണ് ആയിരിക്കുക. അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ വളരെ ഷുവർ ആയിരിക്കും റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് നോക്കുന്നത്, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എത്തരത്തിലുള്ള ഒരു പാർട്ട്ണറെയാണ് പ്രതീക്ഷിക്കുന്നത്, എത്തരത്തിലുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യം വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ. അവിടെ നിങ്ങൾക്കൊരു എന്താ പറയാ, ഞാൻ അതിനായിട്ട് തയ്യാറല്ല, അല്ലെങ്കിൽ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഞാൻ തയ്യാറല്ല, എനിക്ക് അതിന് ഈ സമയം വേണം, അങ്ങനത്തെ ഒരു എനർജി അല്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി അതിനായിട്ട് റെഡി ആയിരിക്കും. അത്തരത്തിലൊരു മാറ്റമാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്.
പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയണ്ടേ, നിങ്ങൾ കുറച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഡിസ്റപ്ഷൻ, ഒരു ഡൗൺഫോൾ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ആഗ്രഹിച്ചതല്ല, പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന നീതി യൂണിവേഴ്സ് നടപ്പാക്കുന്നതായിട്ട് എനിക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വെറുതെ നിങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് യൂണിവേഴ്സ് നീതി നടപ്പാക്കല്ല. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ, ആ ഒരു ഡൗൺഫോൾ ഉണ്ടാകുമ്പോൾ, ആ ഒരു താഴ്ചയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ, ശരിയാണ്, നിങ്ങൾക്ക് അതിൽ ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ പരിശ്രമത്തിന്റെ ഫലം കാണുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ആ പരിശ്രമത്തിന്റെ ഫലം മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് വന്നുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ആ ചെയ്തതിന്റെ ഫലം, അതിന്റെ കൂടെ നിങ്ങൾ അനുഭവിച്ച അനീതിക്ക് പകരമായിട്ട് നീതി നടപ്പാക്കുകയും കൂടി ചെയ്യാണ് യൂണിവേഴ്സ്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒരുമിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഓക്കെ, അങ്ങനെ ജീവിതത്തിൽ വളരെ ഒരു സ്വസ്ഥമായ, സമാധാനം നിറഞ്ഞ ഒരു മാറ്റം നിങ്ങൾ ഉണ്ടാവാണ്. അപ്പൊ ഏത് മേഖലയിലാണോ നിങ്ങൾ അനീതി അനുഭവിച്ചത്, അവിടെ നിങ്ങൾക്ക് നീതി നടപ്പാക്കി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിലാണ് ആ നീതി നടപ്പാക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയണ്ടേ, ലക്ഷ്യങ്ങളോട് കൂടി, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സമയം. അപ്പൊ നിങ്ങൾ ഒക്കിപ്പാടായിരിക്കുമെന്ന് കാണുന്നു. കാരണം ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായൊന്നും സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോ ഒരു നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ജോലിയിൽ നിങ്ങൾ ആയിരിക്കുന്നു, അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ കൂടുതൽ സ്കിൽസ്, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആ ജോലിയിലൂടെ പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കിട്ടുന്നു, ജോബിൽ പ്രൊമോഷൻ ഉണ്ടാകുന്നു, അപ്പൊ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണല്ലോ. അങ്ങനെ അതിൽ തന്നെ നിങ്ങൾ ആയിരിക്കുക, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ അതിൽ ജോലിയിലുള്ള ലോങ് ടേം ഗോൾസ്, ഷോർട്ട് ടേം ഗോൾസ്, ഇതിലൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത്രയും ഒക്യുപ്പൈഡ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയം. ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, യെസ്, അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് തന്നെ ഒരു കുറച്ചുകൂടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. നമുക്ക് 9 ഓഫ് വീൽസ്, അതായത് 9 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ പറയുന്നത് ഈ സെയിം കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെയധികം മാറുന്നുണ്ട്. ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ആകുന്നത്. നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യമായ ഒരു സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുന്നു. നിങ്ങളുടെ കരിയറിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാകുന്നു. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സൈഡ് ഹസിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അതിലും നിങ്ങൾക്ക് വലിയൊരു വിജയം കാണുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സമയം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല മാറ്റങ്ങൾ മൂലം നിങ്ങൾ വളരെയധികം ഒക്യുപ്പൈഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജോലിയിലായിരിക്കുക, പിന്നെ നിങ്ങളുടെ സൈഡ് ഹസൽ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, പിന്നെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുക, പിന്നെ എന്താ പറയണ്ടേ, ദൈനംദിന കാര്യങ്ങൾ, പിന്നെ ജോലിയിലത്തെ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നു, ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്നു. അപ്പൊ അതിലത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അങ്ങനെ അങ്ങനെ നിങ്ങൾ വളരെ ഒക്യുപ്പൈഡ് ആയിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണോ അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും. ഒരു ഫ്രഷ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്, പക്ഷെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സമയം. ആ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നു. അപ്പൊ അവരുമായിട്ട് പുറത്തു പോകുക, ലൈഫ് എൻജോയ് ചെയ്യുക, അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു എന്താ പറയാ, ബിസി സ്കെഡ്യൂളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. നിങ്ങൾ തിരക്കിലായിരിക്കും, പക്ഷെ അത് നല്ല കാര്യങ്ങൾ കൊണ്ടാണ്. ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ തിരക്കിലാകുന്നത് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കണേ. ഇനി ഈ ഒരു റിയാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്നതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് യൂണിവേഴ്സ് പറയുന്നത്, യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓവർ തിങ്കിങ് വേണ്ട, അനാവശ്യമായിട്ട് ചിന്തിക്കേണ്ട. നിങ്ങളിപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത് പ്രസന്റ് മൊമെന്റ് അതിൽ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഈ ഒരു മൊമെന്റിലായിരിക്കുമ്പോൾ തന്നെ വരും. നിങ്ങൾ റൈറ്റ് പാത്തിലാണ്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല, നിങ്ങൾ റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒന്നും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട, നിങ്ങൾ അതിലേക്ക് എത്തുന്നതാണ്, വൈകാതെ എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി മാറ്റങ്ങൾ വരുന്നത്, ഇപ്പൊ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന കാര്യം പറയുമ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷനാണ് ആദ്യം വരുന്നത്. സന്തോഷിക്കുന്നതിന് പകരം എന്നെ കൊണ്ട് പറ്റുമോ, അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു തോന്നല ഫസ്റ്റ് വരണേ. അവിടെയാണ് നിങ്ങളോട് ആദ്യമേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നതി, അതൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങളെപ്പോ വിശ്വസിക്കുന്നു, അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ വിജയങ്ങൾ വരിക, അപ്പോഴാണ് നിങ്ങൾ അതിനോട് അലൈൻഡ് ആകുക. ഓക്കെ, അപ്പൊ അതിലാണ് നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത്. എന്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയറിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നതി, അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, നിങ്ങൾ അതിന് പൂർണ്ണമായി തയ്യാറാണ് എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ വിശ്വസിപ്പിച്ചെടുക്കണം. കോൺഷ്യസിനെ അല്ല, സബ് കോൺഷ്യസിനെ വിശ്വസിപ്പിച്ചെടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത്. സാധിക്കും, അത് ഉറപ്പായും നിങ്ങൾ വിശ്വസിക്കാം. ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട്. അത് നടക്കോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല, അത് എന്തായാലും നടന്നിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ സമയത്ത്, അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്തുന്നതിനായിട്ട് പല അവസരങ്ങൾ അല്ലെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ചുറ്റുമുള്ളവർ പറയുന്നതിലല്ല, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന ആ ഒരു ഓപ്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്ത് പോകും. അപ്പൊ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങളൊരു ജോലി മാനിഫെസ്റ്റ് ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് 2 അവസരങ്ങൾ വന്നു. അപ്പൊ ചുറ്റുള്ള എല്ലാവരും പറയണ ഓപ്ഷൻ ബി ആണ് നല്ലത്, അത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് ആണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ പറയുന്നത് ഓപ്ഷൻ എ ആയിട്ട് പോകണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് വേണ്ടത് എന്നാണെങ്കിൽ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് നിങ്ങളെ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് നിങ്ങളെ ശരിയിലേക്ക് നയിക്കുന്നത്, എപ്പോഴും അങ്ങനെയാണ്, അത് ഓർക്കുക. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ആ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഇപ്പൊ അത് സാധിക്കും, നിങ്ങൾ അത്രയും ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ഒരാളാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ റിച്വൽ ഇങ്ങനെ കാണുമ്പോൾ അത് ചെയ്ത് നോക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു വെക്കുകയാണ്, ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾ ഒരു അവസരം നഷ്ടപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഇങ്ങനെ അത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഒരു അപ്പൊ നിങ്ങൾക്ക് ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ മാനിഫെസ്റ്റേഷൻ റിച്വൽ യൂസ് ചെയ്താലോ എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ഉടനടി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം, കാരണം നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് ഇനി ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ, പുതിയ എനർജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ നിങ്ങളുടെ പങ്കാളിയാണെങ്കിൽ പോലും അതൊരു പുതിയ എനർജിയാണ്, പുതിയ വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരുന്ന ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെല്ലാം നിങ്ങൾ പൂർണ്ണമായ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാകുക. എപ്പോഴും എന്താ പറയാ, ഇന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെ അനാവശ്യമായ വാശികൾ പാടില്ല എന്ന് പറയുന്നു. യൂണിവേഴ്സ് എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, ഓരോരോ പുതിയ അധ്യായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുന്നത്, അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ജീവിതത്തിൽ നടക്കുന്ന ചെറിയ വലിയ സന്തോഷങ്ങൾ, ചെറിയ വലിയ അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ, വിജയങ്ങൾ, ഇതെല്ലാം നിങ്ങളുടേതായ രീതിയിൽ ആഘോഷിക്കാൻ പറയുന്നു. ഓക്കെ, അത് ഒരുപാട് നിങ്ങളെ ഹൈ വൈബ്രേഷൻ എനർജിയിലായിരിക്കുന്നതിന് നിങ്ങൾ സഹായിക്കും. മാത്രമല്ല നിങ്ങൾക്ക് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ റിയാലിറ്റി, നമ്മളൊരു റിയാലിറ്റി പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുൻപുള്ള നിങ്ങളുടെ റിയാലിറ്റി, അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഞാൻ ബാക്കി 2 ഗ്രൂപ്പിലും പറഞ്ഞ പോലെ നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കുന്നില്ല കേട്ടോ, ഇപ്രാവശ്യത്തെ റീഡിംഗിൽ അതില്ല. അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. താങ്ക്